will get so much. ഒരുപാട് സബ്സിഡി കിട്ടുമല്ലോ. ഒരു പ്രാവശ്യം ഫെയിൽ ആയാലും അവിടെ പിടിച്ചു കയറാനുള്ള സ്റ്റാൻഡിംഗ് പവർ ഉണ്ടോ എങ്കിൽ മാത്രം ഇറങ്ങുക. How much we need, sir, this current situation to start this business? ഇടയ്ക്ക് ഒരു കൾച്ചർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ഫിഷ് കൾച്ചർ ചെയ്യാൻ സമയത്ത് ഇൻഡിക്കസിന്റെ domestic activities in 2013 as I remember, 13 or 14. And plus feed, which developed. Make in India, as part of the Make in India. ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ സ്വിഫ്റ്റിൽ നിന്ന് ടെക്നിക്കൽ സഹായം. പനാമിയിൽ നിന്ന് കുറെ പേര് ഇപ്പോൾ കാരയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്തിനെ ആശ്രയിച്ചാണ് വിത്ത്. My quantity should not be my aim, but my profit per kilo. How much I spend, how much I get. അത്യാവശ്യം ബയോസെക്യൂരിറ്റി ഒക്കെ ആവശ്യമാണ് നോക്കണം. പക്ഷേ We have done Indicus culture and modern culture and Vaname also. Vaname and fish and crab. Fish and crab. Fish. Hi. உலகங்களோட வணக்கங்கள். ஸோ தொடர்ந்து நம்ம சேனலில் வந்து பார்த்தீங்கன்னா அக்குகள் சம்மந்தமான வீடியோ பதிவிட்டுருக்கோம். ஸோ இன்றைக்கி வந்து பார்த்தீங்கன்னா லைவாக வந்து டைரெக்டாக வந்து ஒரு ஃபார்மரை விசிட் பண்ணி ஸோ அவங்களோட எக்ஸ்பீரியன்ஸை பற்றி தெரிஞ்சுக்க போகிறோம். So many farmers thinking that I am getting so much, I will get so much. ഒരുപാട് സബ്സിഡി കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടുതാലും ചില ക്രിസ്തുകൾ തുടങ്ങുന്നത്. That's okay, but I told you, നിങ്ങൾക്ക് സ്റ്റാൻഡിംഗ് പവർ ഉണ്ടോ? സബ്സിഡി കിട്ടുമില്ല പ്രശ്നമില്ല. ഒരു പ്രാവശ്യം ഫെയിൽ ആയാലും അവിടെ പിടിച്ചു കയറാനുള്ള സ്റ്റാൻഡിംഗ് പവർ ഉണ്ടോ എങ്കിൽ മാത്രം ഇറങ്ങുക. സബ്സിഡി കണ്ടിട്ട് ഇറങ്ങരുത്. സബ്സിഡി കിട്ടുന്നത് ഇറ്റ്സ് ഓക്കെ, ബോണസ്. ഇറ്റ്സ് എ ബോണസ്. യു ക്യാൻ ടേക്ക് ഇറ്റ്. എവരിബഡി ഈസ് ടേക്കിംഗ് സബ്സിഡി ഇൻ ഓൾ ദ ഫീൽഡ്, സോ ഇറ്റ് ഇസ് നോട്ട് there is nothing. ഒരു തെറ്റൊന്നുമില്ല നിങ്ങൾ സബ്സിഡി വാങ്ങിക്കുന്നവര്. സബ്സിഡിക്ക് വേണ്ടി കൃഷി ചെയ്യരുത്. Yes, if you get some support, that's okay. And personally എനിക്ക് എൻ്റെ അഭിപ്രായം government should stop all these subsidies. And subsidies ഒക്കെ എല്ലാം മറ്റേ ഇപ്പോൾ കൊടുക്കുന്ന സബ്സിഡീസ് അൺസയന്റിഫിക് ആണ്. നിങ്ങൾ ഹുക്കിലിട്ട് പഠിച്ച് ഇറക്കി പിന്നെ അവർ ഓടിപ്പോകും. അതിന് പകരം പ്രൊഡക്ഷൻ സബ്സിഡി ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യം സർക്കാർ ഏജൻസികളിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ at what size and what species, so much rupees government will give. Like അരിക്ക് സപ്പോർട്ട് പ്രൈസ് തരുന്നില്ലേ, അതുപോലെ കൊടുത്തോ. അത് ഫാർമേഴ്സിന് കുഴപ്പമില്ല. അപ്പൊ സ്വന്തം പൈസ മുടക്കി ചെയ്താലല്ലേ അപ്പൊ വിജയിച്ചാലേ സബ്സിഡി കിട്ടുള്ളൂ. മറ്റങ്ങനെയല്ല, ഞാനൊരു പേപ്പറൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ സബ്സിഡി കിട്ടും. അത് സബ്സിഡി കിട്ടുന്നേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിജയിക്കില്ല, നഷ്ടം വരും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. Don't be attracted by the subsidies. ഗവൺമെന്റിന്റെ ആ സബ്സിഡി എന്നിൽ ആകർഷിച്ച് ചാടരുത്. Learn from the farmers, experienced farmers. Take time and start your business. Yes. So how much we need, sir, this current situation to start this business? For the business, yeah, infrastructure and the basic infrastructure, land cost, development, it depends, varies on the type of land cost difference. Okay, but on the culture cost I can tell. Almost take to produce 1 kilo shrimp, 220 to 250 rupees per kilo it will cost you, including prawn preparation, seed cost, inputs, other inputs. Yeah, return powder all that 220 to 250 as a thumb rule we can take. If for the good management, maybe you can reduce the cost. Yeah. For a bit bad management or other the cost may go up to more than 250 or so. And don't be so greedy. Be cautious. Okay. Thank you, sir. You want to exploit that, use that land for a long time. കുറച്ച് കൊല്ലങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യണം. ഒരു കൊല്ലം 2 കൊല്ലം കുറച്ച് കൃഷി ചെയ്തിട്ട് ലാഭം എടുത്ത് ലാൻഡ് നശിപ്പിക്കരുത്. ഇത് കറക്റ്റ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്ത് ഹെവി ഹൈ ഇന്റൻസിറ്റി കൃഷി ചെയ്ത്, പ്രത്യേകിച്ച് ഇൻ കേരള കണ്ടീഷൻ വെറ്റ്ലാൻഡ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ റെസ്റ്റോറേഷൻ. ആൻഡ് ഇഫ് പോസിബിൾ സ്കിപ്പ് എ കൾച്ചർ ഇൻ ബിറ്റ്വീൻ. ആൻഡ് ഇടയ്ക്ക് ഒരു കൾച്ചർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ഫിഷ് കൾച്ചർ ചെയ്യാൻ സമയത്ത് ആൻഡ് ലെറ്റ് ദ വാട്ടർ പാത്തോജൻ ബ്രേക്ക് ചെയ്യാനും നമുക്ക് മിനറൽസും വലതൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് പോണ്ടിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു സൈക്കിൾ നല്ലതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ, if you have got more than 1 pond, leave 1 pond on the fish culture and interchange. The next season you may be like this. That will improve your productivity or pond. It will reduce the possibility of നിങ്ങളുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. നഷ്ടം വരാനും രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും. റിജുവിനേറ്റ് നിങ്ങളുടെ ലാൻഡിനെ ഒന്ന് രണ്ടാമത് റിജുവിനേറ്റ് ചെയ്യും. മിനറൽസ് ഒക്കെ രണ്ടാമത് സപ്ലൈ ചെയ്ത് റിജുവിനേറ്റ് ചെയ്തു.
ഞാൻ നേരത്തെ MPDയുടെ പ്രോജക്ട് ക്രാബ് കൾച്ചറും മറ്റുള്ള സഹായങ്ങളും പറഞ്ഞു. ഇത് പണ്ടുണ്ടാക്കാനൊക്കെ MPDയുടെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ഉണ്ടാക്കിയതിനു ശേഷം അവർ തന്നു. ഞാൻ പറഞ്ഞല്ലോ, സബ്സിഡിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അതുപോലെ സിബിയായിട്ട് പാർട്ട്ണർഷിപ്പില് സഹായത്തില് ഞാനിവിടെ ഈ പോണ്ടിലായിരുന്നു ഇൻഡിക്കസിന്റെ domestic activities in 2013, as I remember, 13 or 14. And the other ponds, I had been doing a demo culture for their Vanami Plus feed, which Siba had developed. That is to make in India, as part of the Make in India Indian feed formula. You don't want to give them royalty to foreigners. And almost all the project I had been associating with Siba. Dr. Kumaraguru had been Karimin, Pelsport Culture, modular breeding units. ഞാൻ അതിലും പങ്കെടുത്തിരുന്നു. പിന്നെ ഇപ്പം ചൂടൻ എന്ന് പറയുന്ന ചെമ്മീനുണ്ട്, അതിനെ ഡൊമസ്റ്റിക്കേറ്റഡ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് എന്റെ ഹെൽപ്പ്. അവിടെ കുറച്ച് ചെറിയ പോണ്ടുകളുണ്ട് ഫീൽഡ് ട്രയൽസിന്. അപ്പോൾ സിബിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ സ്വിഫ്റ്റിൽ നിന്ന് ടെക്നിക്കൽ സഹായങ്ങൾ, കാരണം വാട്ടർ ആനിമൽ ക്വാളിറ്റി അനലൈസിനും ഒക്കെ. ഇതെല്ലാം സബ്സിഡി കൊണ്ടല്ല, ഒരു പ്രോജക്റ്റിന്റെ ഒരു ട്രയൽ പർപ്പസ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ? ഇൻ ബിറ്റ്വീൻ സബ്സിഡി കിട്ടിയിട്ടുണ്ട്, സബ്സിഡി കിട്ടിയാൽ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര MPDയുടെ കിട്ടിയെന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ പ്രൈം മിനിസ്റ്റർ യോജന കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കിട്ടുന്നതൊക്കെ മേടിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ അതിനുവേണ്ടി കൃഷി ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നത് വാങ്ങിക്കുന്നു. പിന്നെ അതുപോലെ ഗ്രീനിങ് ഓഫ് ദ മറ്റേ അവിടെ ഒക്കെ ഞാൻ ബംബു വെച്ച് പിടിച്ചിട്ടുണ്ട് അതിന്റെ പകരം. പിന്നെ ഈ കണ്ടല് മാംഗ്രോവ്, അത് ഞാൻ എൻ്റെ ക്രാബ് കൾച്ചർ ചെയ്തപ്പോൾ ലോ ഡെൻസിറ്റി ക്രാബ് ആൻഡ് മോണോട്ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോ ഡെൻസിറ്റി ഫുള്ളി സയന്റിഫിക് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് എന്നുള്ളതിന്റെ പേരിൽ വെച്ച് പിടിച്ചാൽ കുറേ വെച്ചിരുന്നു. പക്ഷേ മറ്റേ ഒക്കെ 18 വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി. അപ്പോൾ അങ്ങനെ സിബിയുടെ 2 പ്രോജക്റ്റുകളായിട്ട് ഞാൻ വളരെയധികം അസോസിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ മാംഗ്രോവ് ഹെൽപ്പ് ആയിട്ട് ഹെൽപ്പാണ്. ഇതിപ്പോ ഞാനിപ്പോ സേഫ്റ്റിക്കാൾ കൂടുതൽ അതിന്റെ പേരിൽ അതിന്റെ ഇല ഹൈപ്രോട്ടോള അതിന്റെ പേരിലൊക്കെ ഒരുപാട് സൂ പ്ലാങ്ക്ടൺസും മറ്റ് ചെറിയ ജീവജാലങ്ങളൊക്കെ പിടിച്ചിരിക്കും. അപ്പം അതൊക്കെ ഈ ക്രാബിനും മോണോഡോൺ പോലുള്ള ചെമ്മീനും ബേസിക് ഫീഡ്, അതായത് നാച്ചുറൽ ഫീഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ള അതിന്റെ പേരിലാണ്. പക്ഷെ അത് ഒക്കെ കണ്ടൽ നശിച്ചു പോയതിന്റെ പേരിൽ എനിക്ക് അത് ഫുള്ളായിട്ട് ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി കുറച്ച് സ്ഥലത്ത് അത് ചെയ്യണമെന്നുണ്ട്. ഇനി ചെയ്തുകൂടുന്നില്ല. കുറച്ച് ഭാഗത്ത്, മറ്റു ഭാഗത്ത് ഫുള്ളി സയന്റിഫിക് നടക്കുമ്പോൾ കുറച്ച് ഭാഗത്ത് നിയർ നാച്ചുറൽ കൾച്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോ അതൊരു കാര്യമാണ്. ഇപ്പം വനാമിയിൽ നിന്ന് കുറെ പേര് ഇപ്പോൾ കാരയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്തിനെ ആശ്രയിച്ചാണ് വിത്ത് ബ്രൂഡേഴ്സ്. യെസ്. പിന്നെ ഇപ്പോൾ ഒരുപാട് സപ്ലൈസ് ലോകത്തിൽ പല സ്ഥലത്തും പറഞ്ഞ് നമുക്ക് മത്സരം കൂടി വരികയാണ്. പക്ഷേ മോണോട്ടോൺ ഇപ്പോ ഹയർ കൗണ്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ മോർ പ്രോഫിറ്റബിൾ and less headache, less risk, because we don't invest too much money. Comparably, it's like our native chicken. നാടൻ കോഴി വളർത്തുന്നത്. ഓക്കെ. പക്ഷേ അതിന് കാരണം വെച്ചാൽ നമുക്ക് വനാമേല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. ആസ് എ ഫാർമർ, മൈ ക്വാണ്ടിറ്റി ഷുഡ് നോട്ട് ബി മൈ എയിം, ബട്ട് മൈ പ്രോഫിറ്റ് പെർ കിലോ, ഹൗ മച്ച് ഐ സ്പെൻഡ്, ഹൗ മച്ച് ഐ ഗെറ്റ്, ആൻഡ് ഹൗ മച്ച് റിസ്ക് ഐ ഹാവ് ടു ടേക്ക് when you are doing low density. ഞാൻ ചെറിയ ഡെൻസിറ്റിയിലെ കാര ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പൈസ ഇതാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം കറണ്ട് പോയി ഞാൻ ഓടുകയൊന്നും വേണ്ട, അത് സർവൈവ് ചെയ്തോളും. 1 മണിക്കൂർ, 2 മണിക്കൂർ, 4 മണിക്കൂർ കറണ്ട് പോയാലും തലവേദന കുറവാണ്. ഓക്കെ. ബാക്കി എല്ലാം നോക്കണം. അത്യാവശ്യം ബയോസെക്യൂരിറ്റി ഒക്കെ ആവശ്യമാണ് നോക്കണം. പക്ഷെ അതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ട്രൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ ഇടാതെ ഒരു കൊട്ടയിൽ വരാമിട്ടോ വേറെ കൊട്ടയിൽ മോണോഡോണ്ട്. ഇനി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഫിഷ് ആൻഡ് ക്രാബ് ഓൾസോ. ഇപ്പൊ നമുക്ക് മോണോഡോണിലെ SPF വന്നു സാർ. മോണോഡോണിലെ SPF വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് still in the initial stage only. We are waiting to see the results. We have done Indicus culture and Monodan culture and Vaname also. Vaname and fish and crab.
fish and crab. Green fish and crab. Thank you so much for Okay, your all right. Thank you. Thank you. അതാണ് എനിക്ക് പറയാനുള്ളത്. Okay. Thank you so much, sir, Thank you. for your Thank you. valuable time. All right. And thank you so much for all the information. Definitely, it will be helpful for some farmers. So please watch this video, and it will be helpful for your future culture. And this will be helpful for to initiate the business. And thanks to Mr. Sudhakar, sir, for all the information. Thank you for hearing me, and thank you, Sharavanan, for giving me a chance to express my views. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശരവണനെ ഹെൽപ്പ് ചെയ്യുക, മറ്റേ ഇതുപോലുള്ള നല്ല ഇൻഫോർമേഷൻ ഫാർമേഴ്സിനെ എത്തിക്കാൻ വേണ്ടി അത് സഹായിക്കും. ஹே ஃப்ரெண்ட்ஸ், ஸோ இதுதான் சுதாகர் சாரோட ஃபார்மு. ஸோ நம்ம எல்லாம் விசிட் பண்ணிட்டோம். ஸோ சாரோட ஸ்டோரி எல்லாமே கேட்டிருப்பீங்க, உங்களுக்கு யூஸ்ஃபுல்லாக இருக்கும் நம்புகிறேன். ஸோ ஒரு சின்ன பாண்டை ஸ்டார்ட் பண்ணி இன்றைக்கி வந்து பார்த்தீங்கன்னா 17 ஏக்கரில் வந்து பெருசாக ஒரு பூம் கல்ச்சர் பண்ணிகிட்ருக்கிறாரு. ஸோ இது போல் நீங்களும் வந்து பார்த்தீங்கன்னா ஒரு சக்ஸஸ்ஃபுல் ஃபார்மிங் பண்ணணும். ஸோ நம்மளோட சேனலை சப்ஸ்கிரைப் பண்ணிக்கோங்க, அப்புறம் இது போல் ஒரு பயனுள்ள தகவல் வந்து உங்களை சேர்ந்தடையும். ஸோ அடுத்த வீடியோ டாட்டா பாபாய், நன்றி.